കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് അനുസരണക്കേടിന്റെ ഫലം. മുറ്റത്തെ മാവിൽ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയെ താമസം. ചുവന്ന കൊക്കും പച്ച ഉടുപ്പും ഇട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മാവിൽ കൊമ്പിൽ അവൾ തത്തി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ. അപ്പുറത്തെ മരത്തിലേക്ക് അവൾക്ക് പാറി നടക്കാൻ നല്ല ആഗ്രഹ. പറഞ്ഞിട്ടെന്ത്, ചിറക് പൂർണ്ണമായി വലുതായിട്ടില്ലല്ലോ. അമ്മ തത്ത ഇര തേടിപ്പോവും. കുഞ്ഞിത്തത്തയെ തനിച്ചാക്കി ഇര തേടിപ്പോവും. പോകുമ്പോൾ വൈകുന്നേരമാണ് വരിക. പോകുമ്പോൾ കുഞ്ഞിത്തത്തയെ അമ്മ തത്ത ഓർമ്മപ്പെടുത്തും. മോളെ, എങ്ങോട്ടും പോരുതേ, ചുറ്റും ശത്രുക്കളാണ്. ഞാൻ വരുന്നത് വരെ കൂട്ടിൽ തന്നെ ഇരുന്നോണ്ടി. അത് കേട്ട് കുഞ്ഞിത്തത്ത തല ആട്ടും. ഒരു നാൾ അമ്മ തത്ത തക്കം നോക്കി. കുഞ്ഞിത്തത്ത മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും നോക്കി, ആരും കാണാനില്ല. അമ്മ വരേണ്ട മുന്നേ കൂട്ടിൽ കയറാലോ. കൊമ്പിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി എല്ലായിടത്തും നോക്കി, ആരും കാണാനില്ല. അമ്മ വരുന്നതിന് മുന്നേ കൂട്ടിൽ കയറാലോ എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞിത്തത്ത ഗമയോട് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം പാണ്ടൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറെ നാളായി അവൻ കുഞ്ഞിത്തത്തയെ മരക്കൊമ്പിൽ കണ്ടിട്ട്. ഇപ്പൊ ഇതാ ആ അവസരം മുന്നേ എന്നും വൈകിക്കൂടാലോ എന്ന് വിചാരിച്ചു പാണ്ടൻ പൂച്ച. ഇതെല്ലാം കുഞ്ഞിത്തത്ത അറിയുന്നുണ്ടോ? പാവം കുഞ്ഞിത്തത്ത. അവൾ മുറ്റത്തെ അരിമണികൾ ഇങ്ങനെ പെറുക്കി തിന്നാൻ തുടങ്ങി. പെട്ടെന്നാണ് പതിയിരുന്ന പാണ്ടൻ പൂച്ച കുഞ്ഞിത്തത്തയെ മേൽ ചാടി വീണത്. ഹായ്, കുഞ്ഞിത്തത്തയെ കയ്യിൽ കിട്ടി. പാണ്ടൻ പൂച്ചക്ക് സന്തോഷമായി. പെട്ടെന്നാണ് ദൂരെ നിന്ന് അമ്മ തത്ത പാറി വന്ന് പാണ്ടന്റെ തലക്ക് ആനൊരു കൊത്ത്. പേടിച്ചു പോയ പാണ്ടൻ പൂച്ച കുഞ്ഞിത്തത്തയെ കയ്യിൽ വിട്ട് എങ്ങോട്ടോ ഓടി മറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിത്തത്തക്ക് പേടിയായി. അമ്മയെ പിടിച്ച് നിലവിളിച്ചു. നന്ന് നിലവിളിച്ചു. അമ്മ തക്ക സമയത്ത് വന്നില്ലെങ്കിൽ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിയതിന്റെ ഫലം കുഞ്ഞിത്തത്തക്ക് കിട്ടി. അന്നു മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടേ എല്ലാവർക്കും? നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടപ്പെട്ടോ? ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? മുതിർന്നവരെ ബഹുമാനിക്കണം. ബഹുമാനിക്കോ?